ഹായ് ഹലോ. കുറേ കാലമായില്ലേ കണ്ടിട്ട്. വീഡിയോസ് ഒന്നും ഇടാൻ പറ്റുന്നില്ല, പി സി കത്തി. അങ്ങനെ കുറേ വള്ളികളൊക്കെ ആയിട്ട് അപ്പം അമ്മ ചെറുതായിട്ട് ജോബൊക്കെ ചെയ്ത് ഗ്യാങ് ഫണ്ട് ഗ്രൈൻഡിങ്ങിൻ്റെ പരിപാടി. അത് നമ്മുടെ കോ ലീഡർ അഫ്രി. അഫ്രി ഓ, എന്താണ് പരിപാടി? ഒന്നുമില്ല. നമ്മളൊരു ബുച്ചർ ജോബ് ചെയ്യാൻ പോണ. ഗ്രൈൻഡിങ് ആണ്. എന്നാ വാ പോവാ. പിന്നെന്ത് നോക്കാൻ, ഓക്കെ. പോയിട്ടല്ലേ പെട്ടാ. ബോറടിക്കും ഞാൻ ഓ, പിന്നെ. സുഖല്ലേ? അതൊക്കെ അത്രേ ഉള്ളൂ. ജീവിതമൊക്കെ എങ്ങനെ പോണേ? പിന്നെ ഹയർ. അതെ, ഹയർ. നമുക്ക് അവിടെ എത്തിയിട്ടുള്ളത് കാണാം. വെറുതെ മ്യൂസിക് അടുപ്പിക്കണ്ട. അവിടെ എങ്ങനെ എടാ ഹലോ, ആ പറ. വണ്ടിയുടെ സൗണ്ട് എങ്ങനെ ഉറക്കാ? അത് വണ്ടിയുടെ സൗണ്ട് സെറ്റിങ്സിൽ പോയിട്ട് ഓഡിയോ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് സൈഡിലേക്ക് നീക്കി കഴിഞ്ഞാൽ അത് ഓ, ചെയ്താൽ ഞാൻ മതി. ചെയ്തിട്ടിരുന്നു. ഓക്കെ ഓക്കെ. ഏകദേശം ആ, എത്തിയില്ലേ? ഇനി പറ. എത്തി 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 സ്ഥലത്തി പോലെ. ആ. അങ്ങനെ വണ്ടി ലോക്കാക്കണം. അയ്യോ, കേറിക്കങ്ങട് പറയണ്ട, കേറിയങ്ങട് വന്നു. ജോബ് എടുക്കട്ടെ. എടാ കണ്ണാണില്ലടാ, ഇരുട്ടടാ. ഗുഡ്രാ. ജോയിൻ ജോയൽ അടിച്ച്. സ്ലാഷ് മീറ്റ് അല്ലേ? സ്ലാഷ് മീറ്റ് എത്ര? 2,500 പോട്ടെ. പോലെ പണം പോട്ടെ, പവർ വരട്ടെ. അങ്ങനെ വരും. അയ്യോ, ഇതിൻ്റെ ഏകദേശ റേറ്റ്, ജോബിൻ്റെ ഏകദേശ റേറ്റാണ് വേണ്ടത്. പിന്നെ നമ്മൾ കളിക്കുന്ന സിറ്റി എന്നാണ് KPRP ആണ്. ഇവിടെ 2 ജോബാണ് മെയിനായിട്ടുള്ളത്, ബുച്ചറും പിന്നെ മൈനിങ്ങും. ഇത് രണ്ടുമാണ് മെയിനായിട്ട്. ജാക്കി ഹലോ. ആ പറ 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 പറ. ക്യാഷ് കിട്ടുന്നില്ല. എടാ എനിക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ വാ, ഇവിടെ വാ, ഇവിടെ വാ, എനിക്ക് കിട്ടുന്നില്ല. ഇവിടെ വാ. ഇവിടെ 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 കേട്ടാ. ഇനി മീറ്റിൻ്റെ അവിടെ പോ. സ്ലാഷ് മീറ്റിൻ്റെ അവിടെ. സാധനം എടുക്കാണ്ട് പോകുന്നു. അയ്യോ എടാ, എന്തോന്ന് ഇത് ഇത് മൊത്തം കൊല്ലാണല്ലോ. അയ്യോ, അപ്പറേ ഇത് ചെയ്തിട്ടില്ലടാ. ഇല്ല. തോന്നി. അപ്പൊ ജോബ് ചെയ്തിട്ട് ഒരു 20 lakhs ഉണ്ടാക്കണം. അല്ല ഫ്രീ, അത്രേ ഉള്ളൂ. അതൊക്കെ അത്രയേ ഉള്ളൂ. ഫ്രീ ഓ, മീറ്റ് ചോപ്പറിന്റെ ഡ്രസ്സ് ഇട്ടാലും ആ ഗത്ത് നമ്മൾ ഇടൂല. ബാക്കിത്തെ വാളും മുടി തൊപ്പിയും സിഗരറ്റും എല്ലാം ഉണ്ട്. ഇത് എങ്ങനെയാണ് അത് എടുത്തിട്ട് പോകണ്ടേ? സ്ലാഷ് മീറ്റ് മറക്കണ്. ഹലോ മച്ചാനെ. ഹേയ്, എന്നടാ ഒന്നും പോലില്ലല്ലോ. ഫുള്ള് ജോലി തിരക്കാണല്ലേ? മുട്ടല്ലടാ. എടാ എനിക്ക് 2 ഡയമണ്ട് കിട്ടി. ഓ മൈ ഗോഡ്, അങ്ങനത്തെ ബെസ്റ്റ്. ഇതൊക്കെയാണ് പരിപാടി. ഇപ്പോൾ ഇതിൽ KPRPയിൽ ഈ ഡയമണ്ട് കിട്ടുന്നത് എടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഡയമണ്ട് ഇത്ര അധികം കിട്ടുന്നുണ്ട്. ആ ഡയമണ്ട് എടുത്ത് നമുക്ക് അഡ്മിൻസിന് സെയിൽ ചെയ്യാം. എന്ന് വെച്ചാൽ ഡിസ്കോഡിൽ നമ്മുടെ ന്യൂസ് എന്ന് പറഞ്ഞിട്ട് ചാനലിൽ ഇത് ഈ ഡയമണ്ടിൻ്റെ റേറ്റ് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഡെയിലി. അപ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്ന റേറ്റ് അനുസരിച്ചിട്ട് ഇതിൽ ഓരോ ഡീലർമാരുണ്ടാവും, ഡയമണ്ട് ഡീലേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അതൊരു ഓപ്ഷൻ വെച്ച് തിരഞ്ഞെടുക്കുന്നത്.
അപ്പോൾ നമ്മളിൽ എത്ര ഡയമണ്ട് ഉണ്ടോ അത്ര ഡയമണ്ട് കൊടുത്താൽ ചിലപ്പോൾ 30 ഡയമണ്ട് ഉണ്ടെങ്കിൽ 5 ലക്ഷം അങ്ങനെയൊക്കെ വെച്ച് കിട്ടും. 5 ലക്ഷം 6 ലക്ഷം ഒക്കെ കിട്ടും. 60 ഉണ്ടെങ്കിൽ 10 ലക്ഷം അങ്ങനെയൊക്കെ. മാക്സിമം 17K ടു 30K. ചിരിയോടെ കുഞ്ചി ഇപ്പോൾ ഇതെടുത്ത് കഴിഞ്ഞാൽ കളിയാടി നോർമൽ ഉറങ്ങ് ഡയമണ്ട് കിട്ടൂല. ഇതെടുത്ത് കഴിഞ്ഞാൽ ഉറങ്ങ് 5000 കൊണ്ട് ഉയർന്നു കൊടുക്കണേലും വാ. പക്ഷെ ഡയമണ്ട് കിട്ടും. മൈനിങ്ങിൽ എന്ന് പറഞ്ഞാൽ നോ ഇൻവെസ്റ്റ്മെൻറ്റാണ്. പക്ഷേ ഇത് എന്താ പറയുക, ഇതിൽ 5000 2500 ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. മൈനിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്യണ്ട, അത്രേ ഉള്ളൂ. പിന്നെ മൈനിങ്ങിൻ്റെ ചെയ്യണ വീഡിയോ ആണെങ്കിൽ സബ്സ്ക്രൈബ്സ് കിട്ടാം നമുക്ക്. ഇതും അത് ഏകദേശം സെയിം തന്നെ. പക്ഷെ ഇതിൽ നമുക്ക് ലാഭം എന്ന് പറയാൻ കുറച്ചുണ്ടാവുള്ളൂ. ഇപ്പം ഞാൻ 5000 നേരത്തെ എടുത്തത്, പക്ഷെ എനിക്ക് 7000 അല്ലേ കിട്ടിയത്. അതിൽ എനിക്ക് 2000 അല്ലേ ലാഭം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ ഡയമണ്ട്, പക്ഷെ ഇതിൽ ഈ ഡയമണ്ട് ഈ ജോബിൽ കൂടുതൽ കിട്ടാനാണ് സാധ്യത. മൈനിങ്ങിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലെങ്കിലും ഡയമണ്ട് കിട്ടാൻ സാധ്യത കുറവാണ്. ടൈം എടുക്കും. ഒരു ഡയമണ്ടൊക്കെ 5-6 തവണ ചെയ്ത് കഴിഞ്ഞിട്ട്, ചെറിയ ചുമണ്ട് 5-6 തവണയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പറ്റുള്ളൂ. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ അജണ്ട. അഫ്രീ എങ്ങനെയുണ്ട് സീൻ? പക്ഷേ ഇതിൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം ഇൻവെസ്റ്റ്മെൻറ്റാ. അഫ്രീ ഓ ഇൻവെസ്റ്റ്മെൻറ്റ് എനിക്ക് ഇഷ്ടമല്ല ഇതിൽ. ഏ എടാ നമ്മൾ 5000 ഇൻവെസ്റ്റ് ചെയ്തിട്ട് എനിക്കിപ്പോൾ 9000 ഒക്കെ വെച്ചാൽ കിട്ടുന്നത്. എനിക്ക് അതിലേക്ക് 4000 അല്ലേ ആ ലാഭം. ഓ അതൊക്കെ ഒരു ഡിസപ്പോയിൻമെൻ്റ് ആണ്. പക്ഷേ 2 ഡയമണ്ടൊക്കെ വെച്ച് കിട്ടുന്നുണ്ട്. പിന്നെ ഡയമണ്ട് ഡീലേഴ്സിൻ്റെ അടുത്ത് വിറ്റ് കഴിഞ്ഞാൽ അത്യാവശ്യം കാശ് കിട്ടുമല്ലോ. പക്ഷെ മൈനിങ്ങിനെക്കാട്ടി എളുപ്പം ഇത് പറയണം. പക്ഷേ ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉള്ളതുകൊണ്ട് എനിക്ക് ലാഭം തോന്നണില്ല. ഗൈസ് ചെറുതായിട്ടൊന്ന് കത്തിയായിരുന്നു. അയ്യോ അഫ്രീ കേൾക്കണ്ടാ? പറ പറ പറ. ഓക്കെ. ആ മിക്കുണ്ടോ? അവിടെ ഡയമണ്ട് എത്ര ഉണ്ടെന്ന് നോക്കുന്നേ? ഡയമണ്ട് എനിക്ക് അറിഞ്ഞൂടാ. കേക്കുന്നില്ല. എടാ നീ എന്ത് സെറ്റാക്കണ? എടാ ഡയമണ്ട് എത്ര ഉണ്ടെന്ന് നോക്കുന്നത്? അതിന്റെ കമാൻഡ് എന്താ? എനിക്ക് അറിഞ്ഞൂടാ 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 ഡയമണ്ടിന്റെ കമാൻഡ് അറിഞ്ഞൂടാ. കേക്കണില്ലേ? കേക്കാവൂ ഇവന്മാര്. ഏത് ഇതൊന്ന് സംസാരിച്ചെടുക്കട്ടെ. ഇല്ല ലേഖം വീഡിയോ അപ്പോൾ ഈ ജോബ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എന്ന് വെച്ചാൽ ഡയമണ്ട് മെയിനായിട്ട് മാക്സിമം നമുക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. ഡയമണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അഡ്മിൻസിന് കൊടുക്കുക, സെറ്റ് ചെയ്യുക. അങ്ങനെ 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 അങ്ങനെ. ഇതിപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ ഇത്ര നേരം നിന്നിട്ട് ഏൺ ചെയ്തത് ഒരു 60-70K. അതിൽ കൂടുതൽ ഏൺ ചെയ്തിട്ടില്ല. എന്ന് വെച്ചാൽ ഞാൻ റെക്കോർഡിങ് ആണല്ലോ, അതിൻ്റെ ഇടയിൽ കൂടെ ക്രാഷായി. പിന്നെ കുറച്ച് ടൈം അധികം. അപ്പോൾ ഇത് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. കുറച്ചുകൂടി ചെയ്യട്ടെ.